ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇടുക്കിയിൽ എവിടെ പോയാലും കോരിച്ചൊരിയുന്ന മഴയും മഞ്ഞുമാണ്. നമുക്ക് ഇടുക്കിയിലെ അടയാളക്കല്ല് എന്ന ഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചാലോ? അടയാളക്കല്ല് ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ ഒരു കല്ലുണ്ട്, വളരുന്ന കല്ല്. അപ്പോൾ ഈ മഞ്ഞ് പുതച്ച് നിൽക്കുന്ന കാലാവസ്ഥയിൽ ഇടുക്കിയിലെ ഗ്രാമങ്ങൾക്കുള്ളിൽ കൂടി നമുക്ക് അടയാളക്കല്ല് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ മഴക്കാലത്ത് ഇടുക്കിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? എത്ര മനോഹരമായിട്ടുള്ളൊരു യാത്രയാണെന്നറിയോ മഴക്കാലത്ത്. നല്ല മഞ്ഞ് കയറി വരുന്ന മലനിരകൾക്കിടയിൽ കൂടിയുള്ള യാത്ര. നമുക്ക് ഇടുക്കിയിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ഈ മഴക്കാലത്ത് നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഇടുക്കി നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു നല്ല മഴയുള്ള സമയം കേട്ടോ. ഇപ്പോൾ ദേ എൻ്റെ പുറകിൽ ഇങ്ങനെ മഞ്ഞ് കയറി വരുന്ന, അടുത്ത താഴ്ത്തുന്ന മലയുടെ അവിടെ നിന്ന് മഞ്ഞിങ്ങനെ കയറി വരുന്ന സമയം കേട്ടോ. മഴക്കാലം എന്ന് വെച്ചാൽ മഴക്കാലമാണ്, പക്ഷേ ഈ ഒരു മഴ തോർന്ന് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പൊരുമഴയാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല കാഴ്ചകളാണ് ഇടുക്കിയിലോട്ടുള്ളത്. ഞാൻ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് നേരെ ഇടുക്കിയിലൂടെ യാത്ര ചെയ്യാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്ന മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ ഉപ്പുകുന്നിൽ നിന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുളമാവ് ഡാമിൻ്റെ അവിടെ നിന്നൊരു 4 അല്ലെങ്കിൽ 5 കിലോമീറ്റർ ഉള്ളൂ ഇവിടം വരെ കേട്ടോ. അപ്പോൾ കുളമാവ് ഡാമിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാറമട എന്ന ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കൊക്കയുടെ അവിടെ എത്താൻ പറ്റും. ഇത് അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, 1-2 കടയൊക്കെ ഉണ്ട്. എന്നാലും വളരെ മനോഹരമാണ് മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞുകാലത്ത് ഇങ്ങോട്ട് സഞ്ചരിക്കാൻ വേണ്ടി. കാരണം എപ്പോഴും ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ നമ്മളെ മൂടി നിൽക്കും. അതുപോലെയുള്ള നല്ല 2 സൈഡും കൊക്കയായിട്ടുള്ള സ്ഥലമാണ് ഉപ്പുകുന്ന്. അതിൻ്റെ അടുത്തൊരു അരുവിപ്പാറ എന്നൊരു ക്ഷേത്രമുണ്ട്, അവിടെ ഒരു കൊക്കയുണ്ട്. അപ്പം നല്ല മൊട്ടക്കുന്ന് പോലെ, ഭാഗമുള്ള മൊട്ടക്കുന്ന് പോലെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഇടുക്കി ജില്ലയിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ്. നമ്മൾ ഉപ്പുകുന്ന് വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടോ. നമ്മുടെ മുന്നിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ മലമുകളിൽ കാണുന്നുണ്ടോ, അതാണ് മറ്റേ അരുവിപ്പാറ ക്ഷേത്രമാണത്. അതിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് നോക്കിയാലും ഈ ഉപ്പുകുന്ന് വ്യൂ പോയിൻറ്റിന് അവിടെ സെയിം കൊക്കയുടെ ആ ഒരു സ്ഥലം കാണാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടോ ആ ക്ഷേത്രത്തിന് അങ്ങോട്ട് താഴത്തോട്ട് നോക്കിയാൽ ഭയങ്കര കൊക്കയുണ്ടോ. അപ്പോൾ ഞാൻ ഈ ഉപ്പുകുന്ന് വീഡിയോയ്ക്കകത്ത് ഇതിനെക്കുറിച്ച് നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് കയറുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ആചാര മര്യാദകളൊക്കെ പാലിച്ചിട്ട് വേണം കയറാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു, മാലിന്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇടരുത്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഈ ഉപ്പുകുന്ന്. ഒരിക്കലും നമ്മൾ മാലിന്യം കൊണ്ട് ഇവിടെ നശിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു മഴക്കാലത്ത് യാത്ര ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലുള്ള അടയാളക്കല്ല് എന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പം അടയാളക്കല്ലിന് പേര് വന്ന് തന്നെ അവിടെ ഒരു ക്ഷേത്രത്തിലൊരു കല്ലിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കല്ലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് പാറമട എന്ന ജംഗ്ഷൻ. ഇവിടുന്ന് വലത്തോട് തിരിഞ്ഞ് 2 കിലോമീറ്റർ പോയാലാണ് ഉപ്പുകുന്ന് കൊക്ക എത്തുന്നത് കേട്ടോ. ഞാൻ എപ്പോൾ ഈ വഴി പോയാലും ഈ ഒരു പരിപ്പഴം മേടിച്ചിട്ട് പോകാമല്ലോ. ദേ ഉണ്ടായിക്കൊണ്ടിരിക്കണോ. മാങ്ങ കൊണ്ടോ ചെണ്ടോ. അങ്ങനെ നമ്മൾ ഇടുക്കിയിലെ ഹൃദയമായിട്ടുള്ള ചെറുതോണിയിലെത്തിയിരിക്കുന്നു. നല്ല മഴയൊക്കെ പെയ്തിങ്ങനെ തോർന്ന് നിൽക്കുന്ന സമയം കേട്ടോ. എത്ര ഭംഗിയാണല്ലേ ചെറുതോണി കാണാൻ വേണ്ടി. ശരിക്കും ഈ മഴ പെയ്ത് തോർന്ന് നിൽക്കുമ്പോഴാണ് ഇത്ര ഭംഗിയെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരമായിട്ടുള്ളൊരു പ്രേക്ഷകന് മനസ്സിലാവും, ഞാൻ ചെറുതോണിയെ പല പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ഇന്നാണ് തോന്നിയിട്ടുള്ളത്. നമ്മളിവിടെ നേരെ ഇടുക്കി കവല എന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് തങ്കമണി പിന്നെ കാമാക്ഷി, അങ്ങനെയാണ് നമ്മൾ അടയാളക്കല്ലിന് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇടുക്കി കവലയിൽ നേരെ പാണ്ടിപ്പാറയിലെത്തി കേട്ടോ. പാണ്ടിപ്പാറ പള്ളിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. കണ്ടോ, നമ്മുടെ മുന്നിൽ ദൂരെയായിട്ട് കാണുന്നതാണ് ടൂറിസ്റ്റ് പാറ എന്ന് പറഞ്ഞ ഒരു സ്പോട്ട്, ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ നമുക്ക് ഇടുക്കി ഡാം റിസർവെയറിലെ വെള്ളം വരെ കിടക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, അങ്ങകലെ കണ്ടോ മലയ്ക്കപ്പുറേ. അപ്പോൾ നിങ്ങൾ ഈ പാണ്ടിപ്പാറ വഴി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ടൂറിസ്റ്റ് പാറ പോകാൻ വേണ്ടി മറക്കല്ല കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇടുക്കി ജില്ലയിലെ ഗ്രാമങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയുള്ള ഗ്രാമങ്ങളാണ്. നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇടുക്കി ജില്ലയിലെ തങ്കമണി ഗ്രാമത്തിലെത്തിയിരിക്കുന്നു.
തങ്കമണിയിൽ നിന്ന് അറൗണ്ട് ഒരു 6-7 കിലോമീറ്ററിൻ്റെ അടുത്ത യാത്രയാണ് നമുക്ക് ഈ ഒരു അടയാളക്കല്ലിൽ എത്തണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ തങ്കമണി ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ, ആ മലമുകളൊക്കെ. നമ്മുടെ അമ്പലമേടുന്ന മലയ്ക്ക് അപ്പുറമുള്ളൊരു മലയാണ് അടയാളക്കല്ല്. കണ്ടോ, നമ്മുടെ ദൂരെ കാണുന്ന മല കണ്ടോ, അതിൻ്റെ അപ്പുറ ഭാഗത്തുള്ള മല. ഇപ്പോൾ നമ്മൾ കാമാക്ഷി നിന്നിട്ട് അമ്പലമേട് മലമുകളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. നമുക്കിനി ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്താണ് നേരെ അടയാളക്കല്ലിലേക്ക് പോകേണ്ടത്. നമ്മൾ ശരിക്കും നടന്നു പോകാൻ പോലും പുറകോട്ട് വെച്ച് പോകുന്നത് അങ്ങനത്തെ കയറ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കയറ്റം കയറിയിട്ടോ വന്നേ. ഇതിങ്ങനെ നേരെ തങ്കമണിക്ക് പോകുന്ന വഴി കേട്ടോ. ഇങ്ങോട്ട് നേരെ നെടുങ്കണ്ടം പോവാം, ഇങ്ങോട്ട് കട്ടപ്പനയ്ക്ക് പോവാം, തോപ്രാംകുടി മുരിക്കാശ്ശേരിയൊക്കെ ഈ വഴി നമുക്ക് പോകാം കേട്ടോ. നമ്മുടെ അമ്പലമേടിൻ്റെ അവിടെ നിന്ന് തന്നെ വഴിയാണിത്, അമ്പലമേട് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം അടയാളക്കല്ലിലോട്ട്. ഈ അടയാളക്കല്ല് പോണേ നല്ല രസമുള്ള വഴി കേട്ടോ. ഇങ്ങനെ ഹെയർ പിൻ വളവിലൊക്കെ കയറിയിട്ട് നമ്മുടെ അപ്പുറത്ത് കാണുന്ന ആ മല കണ്ടോ, ആ മലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ മലയിലിങ്ങനെ മഞ്ഞ് കയറി വന്നെ കേട്ടോ, മഴ ഇങ്ങനെ. എന്താ അതിൻ്റെ അപ്പുറത്തെ അത് ഏത് മലയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. കാൽപെരുമണ്ണ് മലയെന്ന് ഇങ്ങനെ കണക്റ്റായിട്ട് വന്ന മലയാണിത്. അവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, അതിൽ പള്ളിയിലായിരിക്കുന്നത്. എന്നാലും കൊള്ളാം, അടിപൊളി കാഴ്ചയാണ്. നല്ല മഴ പെയ്യാൻ നേരത്തെ ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറി വന്നോണ്ടേ വൈകിട്ടാകുമ്പോൾ നല്ല രസമാണ്. ചെറിയൊരു ഹെയർ പിൻ വളവ് കയറിയാണ് നമ്മൾ അടയാളക്കല്ലിന് പോകുന്നത്. ഈയിടെ ടാറിട്ട റോഡാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് റോഡ് പണിതേക്കുന്നത്. എന്തായാലും വലിയ മഴ വന്നിട്ട് ആ മഴയ്ക്ക് മുമ്പ് നമ്മുടെ മുന്നിൽ കാണുന്ന ആ വലിയ മല കണ്ടോ, ആ മലയുടെ മേളിൽ കയറണം. നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഈ മലയ്ക്ക് മേളിൽ ഒരു പകുതിയല്ല മുക്കാലും എത്തിയിട്ടു. ഇതിന് തൊട്ട് മേലാണ് അമ്പലമുള്ളത്. മലയിൽ ഇങ്ങനെ മഴ പെയ്ത് വന്നേന്ന് കേട്ടോ. നല്ല മഞ്ഞിങ്ങനെ കയറി വയ്ക്കേണ്ടത്. വാഴവരെ പള്ളിയൊക്കെ അങ്ങ് കാണാം കേട്ടോ, അവിടെ കാണാൻ പറ്റും. പക്ഷെ നല്ല രസമായിട്ട് ഇവിടെ വന്നിരുന്നാലും വൈകിട്ട് കണ്ടോ, എത്ര ഭംഗിയുള്ള കാഴ്ചയാണെന്ന് നോക്കി. നമ്മൾ അത്യാവശ്യം റോഡിന് വീതിയൊക്കെ ഉണ്ട്, നമുക്ക് വഴിക്കൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ഇവിടെ നിന്നിട്ട് കോൺക്രീറ്റ് ഇട്ടൊക്കെ എനിക്കിവിടെ മഴ പെയ്താൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നത്. ഇത് നല്ല കയറ്റം കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുമ്പോഴല്ല. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഈ വഴി അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് എനിക്ക് വലിയ പിടുത്തമില്ല കേട്ടോ, കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് ഈ വഴി തന്നെ. അതുകൊണ്ട് കണ്ടോ, അതെ അങ്ങോട്ട് മഴ പെയ്ത് വന്നെ കണ്ടോ. നമ്മുടെ അമ്പലമേട്, നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ള അമ്പലമേട് അമ്പലമാണിത്. ആ കാണാൻ കണ്ടോ, അതുണ്ടോ, അവിടെയാണ് അമ്പലമേട്. നേരെ നമ്മൾ ഇപ്പുറത്ത് മലയെത്തി കേട്ടോ. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള പള്ളിയാണ്. നമുക്കെന്നാ മേലോട്ട് പോയാലോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി കണ്ടോ, ഇപ്പം പെയ്യും. അടയാളക്കാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലും കാണാണ് ഈ പറഞ്ഞ കല്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെ? പ്രദീപ്. ഈ നാട്ടുകാരൻ തന്നെയാണോ? ഈ നാട്ടുകാരൻ തന്നെ. ഓക്കെ. തൊട്ട് താഴെയല്ല താമസിക്കണേ. അപ്പോൾ ചേട്ടൻ്റെ ചെറുപ്പകാലത്തിൽ ഈ ഒരു കല്ല് ഇവിടെ ഉണ്ടായിരുന്നോ? കല്ലുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും പൊക്കമില്ലായിരുന്നു. അതെയോ? വളർന്നു വരുന്നതാണ്. വളർന്നു വരുന്നത് വിശ്വസിക്കപ്പെടുന്നു. പിന്നെ കൃത്യമായിട്ടും. ഓക്കെ. ചെറുപ്പം പോലെ കാണുന്ന. ഇതിപ്പം അന്നേരം ഈ അമ്പലം ചേട്ടൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഇത് ഇപ്പൊ പണിതിട്ട് അധികം നാളായിട്ടില്ല. ചെറിയ അമ്പലമായിരുന്നു നേരത്തെ അല്ലേ? ഈ കല്ലിന്റെ ഒപ്പം തന്നെ ഈ അമ്പലം തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഭദ്രകാളി ക്ഷേത്രം അല്ലേ? ഇവിടുത്തെ ഉത്സവങ്ങളൊക്കെ എപ്പോഴാണ്, ഏത് മാസത്തിലാണ്? കുംഭമാസത്തിലാണ് സാറിന് പൂരം നാൾ, ആ ഒരു സമയത്താണ് ഭദ്രകാളിയുടെ ഉത്സവം എന്നല്ലേ? 10 ദിവസം അതല്ലേ? ഈ അടയാളക്കല്ലിന് ചുറ്റും ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയേക്കാൻ എന്താ ഇത്? അതിനൊരു ഒരു വിശ്വാസമുള്ളതുകൊണ്ടാണ്. കഥകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ അതിന്? അതുകൊണ്ട് ഒരുപാട് കഥകളുള്ളതാണ്, പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊരു അറിയത്തില്ല. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും കഥയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഭദ്രകാളി ക്ഷേത്രമായിട്ടത്. ക്ഷേത്രത്തിന്റെ ഇപ്പോൾ പിറകുവശത്തായിട്ടാണ് ഈ കല്ലുള്ളത്. ക്ഷേത്രം അടച്ചിട്ടേക്കാണ്. അടയാളക്കാവ് വരുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കാണും കേട്ടോ. നമ്മുടെ ഇടുക്കി ജില്ലയിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഐതിഹ്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ല, എങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രം എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഈ കല്ല് എങ്ങനെ ഇവിടെ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു അമ്പലമേട് മലയുടെ ഓപ്പോസിറ്റുള്ളൊരു മലയാണിത്. അപ്പോൾ അടയാളക്കല്ല് ഭദ്രകാളി ക്ഷേത്രം എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതിയായിരിക്കും, നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ നല്ല മനോഹരമായ സ്ഥലമാണ്, ഫുള്ള് മലയാണ്. ആ മലയുടെ ഒരു നടുക്കായിട്ടാണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത് കേട്ടോ, മുകളിലായിട്ട്. നല്ല ഇവിടെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് വേണമെങ്കിൽ കട്ടപ്പന ടൗൺ വരെ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് ഭയങ്കര ഒരു എന്നാ പറഞ്ഞത്, നല്ല ആകാശം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാറുണ്ട് കേട്ടോ. നോക്കി അങ്ങ് കാണുന്ന ടൗൺ ഏതാ? കട്ടപ്പനയാണോ? കട്ടപ്പനയാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ അപ്പുറത്ത് കാണുന്നത് കട്ടപ്പനയാകാൻ സാധ്യതയുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ.
എന്തായാലും ഈ ഒരു സമയത്ത് ഇവിടെ വന്ന നന്നായല്ലേ, നല്ല മഴക്കാലവും മഞ്ഞും എല്ലാം കൂടി ഇടുക്കി ജില്ലയുടെ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര രസമുള്ള സമയമാണിത്. പക്ഷേ ഭയങ്കര ഒരുപാട് മഴ പെയ്യുമ്പോൾ എന്നാ പറഞ്ഞേ, നമ്മുടെ മേഘവിസ്ഫോടനം പോലുള്ള മഴയൊക്കെ പെയ്യുമ്പോൾ ഇടുക്കി ജില്ലയുടെ യാത്ര എന്നാ പറയുക ഡേഞ്ചറാട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി യാത്ര ചെയ്താൽ ഒരു കുഴപ്പമില്ല. നല്ല മഞ്ഞും മഴയൊക്കെ ആസ്വദിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു കാലാവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള കാലാവസ്ഥയൊക്കെ അനുഭവിച്ചൊന്ന് യാത്ര ചെയ്യും കേട്ടോ എല്ലാവരും. ഞങ്ങൾ ചെന്നൊരു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് മഴ പെയ്തു കേട്ടോ. ഇത് മഴ പെയ്ത് ജസ്റ്റ് ഒന്ന് തോർന്നപ്പോൾ ഉള്ള വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ആ താഴെ മലയുടെ അടിവാരത്തിൽ നിന്ന് മഞ്ഞിങ്ങനെ കയറി വരുന്നുണ്ടോ കോട. അയ്യോ, എന്തൊരു ഭംഗിയുള്ള കാഴ്ചയെന്നറിയോ. നിങ്ങൾ ഈ ഒരു മഴ സമയത്ത് ഇവിടെ പോയാൽ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മലയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇങ്ങനെ നമ്മുടെ കട്ടപ്പനയുടെ ആ ഭാഗങ്ങളുള്ള മലകളെല്ലാം ഇങ്ങനെ ചുറ്റും കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രി വ്യൂ ഉണ്ട് ഇവിടെ നിന്ന്. ഈ അമ്പലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഈ അമ്പലം അടച്ചിട്ടേക്കണതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ആളുകളോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എന്തായാലും ഒരിക്കലെങ്കിലും ഇടുക്കിയിൽ പോവുകയാണെങ്കിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കാണാൻ മറക്കണ്ട കേട്ടോ. എന്തായാലും നമ്മൾ വന്നപ്പം മഴയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം മഴയായിരുന്നു കേട്ടോ. മഴ പെയ്ത് ഇപ്പോൾ അത്യാവശ്യം തോർന്ന സമയമാണ്. അപ്പം ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച്, ഈ അടയാളക്കല്ലിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ ഇതുപോലെ ഉള്ള ഐതിഹ്യങ്ങളൊക്കെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചരിത്രമൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ നല്ല രസമുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഈ മഴ പെയ്ത് തോർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യമാണല്ലേ. എത്ര ഭംഗിയാണെന്നറിയോ ഈ മലയ്ക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കിക്കാണാൻ വേണ്ടി. ഈ അടയാളക്കല്ലിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു മലയ്ക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുവാണ്. ആ താഴത്തോട്ട് നോക്കുമ്പോൾ സൗന്ദര്യം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ടോ, ചുറ്റും മലനിരകളാണ്. ആ മലനിരകളിലെ നടുക്കായിട്ട് ഒരു മല, അതാണ് അടയാളക്കല്ല്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇടുക്കി ജില്ലയിൽ വരുവാണെങ്കിൽ അടയാളക്കല്ല് വരാൻ വേണ്ടി മറക്കരുത് കേട്ടോ.